നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലങ്ങും വിലങ്ങും SFIനെ നേതാക്കൾ വിമർശിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. എന്തിന്, സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ് SFIക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് ഈ അടുത്തിടെ. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ SFIയെ ന്യായീകരിച്ച് ഒരു പ്രസംഗം നടത്തിയിരുന്നു. എന്നാൽ ആ ന്യായീകരണത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI എന്നും ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ട് അല്ലേ SFI വളർന്നു വന്നതെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. എന്നാൽ കുട്ടികളെ തിരുത്തുമെന്നും അടിക്കും ഇടിക്കും പോകരുതെന്ന് ഉപദേശിക്കുമെന്ന നിലപാടിലാണ് MV ഗോവിന്ദൻ. MV ഗോവിന്ദന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: SFIക്കെതിരെ കടന്നാക്രമണം നടക്കുന്നു എന്നത് ശരിയാണ്. വസ്തുതാപരമായ കാര്യങ്ങൾ പരിശോധിക്കും. കുട്ടികളെ തിരുത്തേണ്ടിടത്ത് തിരുത്തും. കുട്ടികളെ തിരുത്തണമെന്ന് തന്നെയാണ് അഭിപ്രായം. അടിയിലൂടെയും ഇടിയിലൂടെയും അല്ല പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടത്. അതൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്നായിരുന്നു MV ഗോവിന്ദൻ പറഞ്ഞത്. എന്നാൽ SFIക്ക് അനുകൂലമായിട്ട് AK ബാലനും രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ്. വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല SFIയും CPM എന്ന് മുതിർന്ന നേതാവ് AK ബാലൻ പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ CPM SFI വിമർശനം അതിനുകൂടിയുള്ളൊരു മറുപടിയായിട്ടാണ് ബാലൻ ഇപ്രകാരം പറഞ്ഞത്. SFIയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല. മുന്നണിക്കുള്ളിലുള്ള ആളായാലും പുറത്തുള്ള ആളായാലും ശരി, ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സമ്മതിക്കില്ല എന്നാണ് AK ബാലൻ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. SFIയെ വളർത്തിയത് ഞങ്ങളാണ്. SFIയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിയും. SFIയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പിശകുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. കോൺഗ്രസ് ഒരു കൂടോത്ര പാർട്ടിയായി മാറി. കേരള കൂടോത്ര പാർട്ടി എന്നും കോൺഗ്രസിനെ അദ്ദേഹം പരിഹസിക്കുകയുണ്ടായി. എന്തായാലും SFIയെ അനുകൂലിക്കുന്നു, SFIയെ പ്രതികൂലിക്കുന്നു. അതും സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ ഇത്തരത്തിൽ വിമർശന വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഗവർണറുടെ SFIക്ക് നേരെയുള്ള വിമർശനങ്ങളാണ്. നമുക്കറിയാം, ഒരു കാലത്ത് SFIയും ഗവർണറും വലിയ രീതിയിലുള്ള യുദ്ധമാണ് നടന്നത്. തെരുവിലും റോഡിലും അതുപോലെ തന്നെ കോളേജുകളുമൊക്കെ SFIയും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ SFIനെ CPI നേതാക്കൾ വിമർശിക്കുമ്പോൾ ഗവർണറുടെ ആ വിമർശനം കൂടി ഈ ഒരു സാഹചര്യത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒന്ന് തന്നെയാണ്. SFIക്കെതിരെ ഒരിക്കൽ ഗവർണർ നടത്തിയ രൂക്ഷ വിമർശനം ഇപ്രകാരമാണ്: സർവകലാശാലകളിൽ നിയമനം കിട്ടണമെങ്കിൽ പാർട്ടി അംഗമായിരിക്കണം എന്നതാണ് സംസ്ഥാനത്തെ നിലവിലുള്ള സ്ഥിതി എന്നായിരുന്നു ഗവർണറുടെ വിമർശനം. യോഗ്യതയില്ലാതെ PhD അഡ്മിഷൻ കിട്ടണമെങ്കിൽ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽ അംഗമായിരിക്കണം. പാർട്ടിയുടെ യുവജന വിഭാഗത്തിൽ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും കിട്ടും. യോഗ്യതയില്ലെങ്കിലും അഡ്മിഷൻ കിട്ടും. യോഗ്യതയില്ലെങ്കിലും സർവകലാശാലയിൽ നിയമനം കിട്ടും. ദൗർഭാഗ്യവശാൽ ഇതാണ് ഇന്നത്തെ അവസ്ഥ. SFI മെമ്പർഷിപ്പ് എന്നത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്താനുള്ള പാസ്പോർട്ടാണെന്നും ഗവർണർ ഒരിക്കൽ വിമർശിച്ചിരുന്നു. ഈ വിദ്യാർത്ഥി സംഘടനയിൽ അംഗമായാൽ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്താമെന്നുമായിരുന്നു ഗവർണറുടെ വിമർശനം. പിന്നീട് നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ അറിയാവുന്നതാണ്. ഗവർണർ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് SFI പ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ വരുന്നു. അതായത് ചാൻസലറായ ഗവർണർക്കെതിരെ RSS നയങ്ങൾ നടപ്പിലാക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ച് ചാൻസലറായ ഗവർണർക്കെതിരെ SFI സമരവുമായി രംഗത്ത് വരുന്നു. ഗവർണർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി SFIക്കെതിരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്നു. ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഗവർണർ SFI പ്രവർത്തകർക്കെതിരെ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് മറ്റൊരു കോളേജിൽ ഗവർണർക്കെതിരെ നാട്ടിയ കൊടികളും അതുപോലെ തന്നെ ഗവർണർക്കെതിരെയുള്ള ബാനറുകളുമെല്ലാം നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകുന്നു. SFIക്കെതിരെ ക്യാമ്പസിനുള്ളിൽ അദ്ദേഹം പരസ്യമായി ഈ ഒരു പ്രതിഷേധം നടത്തുന്നു. തെരുവിലിറങ്ങുന്നു. തെരുവിൽ അദ്ദേഹം ഇരിക്കുന്നു. തെരുവിലിറങ്ങി SFIക്കെതിരെ പ്രതിഷേധം നടത്തുന്നു. അതുപോലെ തന്നെ അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഗവർണറുടെ വിമർശനവും പ്രതിഷേധവും ഒക്കെ. പക്ഷെ പിന്നീട് ഒരിക്കൽ അവർ കുട്ടികളാണ്, അല്ലെങ്കിൽ ആ ഒരു കൺസിഡറേഷൻ ഗവർണർ അവർക്ക് നൽകുന്ന പ്രസംഗം നടത്തുന്നു. അങ്ങനെ ഗവർണർ SFI പോരാട്ടം കണ്ടു നിന്ന നമ്മൾക്ക് മുന്നിലേക്ക്, അതായത് ഗവർണർ SFIനെ വിമർശിക്കുന്നത് കണ്ട മലയാളികൾക്ക് മുന്നിലേക്കാണ് ഇപ്പോൾ പാർട്ടി പാളയത്തിനുള്ളിൽ നിന്ന് തന്നെ SFI വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.